ഇന്നലെ രാത്രി മുതൽ ഇതാ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ടൈം വരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേഴ്സണൽ DM ഫ്ലഡഡ് ആണ്. മിസ്റ്റർ ട്രോളൻ, മിസ്റ്റർ ട്രോളൻ, മിസ്റ്റർ ട്രോളൻ, മിസ്റ്റർ ട്രോളൻ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്റ്റർ ട്രോളൻ്റെ ചാറ്റ് പുറത്തു വന്നു. പ്രൈവറ്റ് ചാറ്റാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. ഞാനും ട്രാവലിംഗ് ആയതുകൊണ്ട്, ഞാൻ കുറച്ച് ഫിസിക്കലി സീനുള്ളത് കൊണ്ടൊക്കെ ഞാനപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് ചെന്നില്ല. ആ ടൈമിൽ വീട്ടിലെത്തിയതിന് ശേഷമാണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാമെന്ന് വിചാരിച്ചത്. പിന്നീട് സമയം വേണ്ടേടി നമുക്ക്, മനസ്സിലായോ? അതായത് നമ്മൾ തന്നെ കുറച്ച് നമ്മുടെ ഫിസിക്കൽ സീനുമായിട്ട് ഓടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പണ്ടത്തെ പോലെ അപ്പം പിടിച്ച് ഓടിപ്പിടിച്ച് നോക്കുന്ന ഒരു പരിപാടിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഈ ഫിസിക്കൽ സീനും കൊണ്ട് കുറച്ചൊരു എന്താ പറയുക, അയ്യോ ഇതിപ്പോൾ എന്ത് കാണിക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. നമുക്കൊന്ന് മാറി വരണ്ടേ. അപ്പോൾ ഞാനെന്താണെങ്കിലും അതിനുള്ള സമയം എടുത്തു. വീട്ടിലെത്തി ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചു. അതായത് മിസ്റ്റർ ട്രോൾ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയണം കാര്യങ്ങൾ, ഞാൻ അന്വേഷിക്കണം കൃത്യമായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാനത് ട്രോളിൻ്റെ ഭാഗത്തുനിന്നും ബാക്കിയുള്ള ഈ മെസ്സേജസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ചാറ്റ് വന്ന പേജുകളും അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു, ആരിലൂടെ വന്നു, അതൊക്കെ ഞാൻ അങ്ങനെ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് സോർട്ട് ചെയ്ത് എൻ്റെതായ രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി എന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ മിസ്റ്റർ ട്രോളിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഓബിയസ്ലി എനിക്കറിയാം കുറേ പേര് സീക്രട്ട് ഏജൻറ് എന്ത് പറയുന്നു എന്നുള്ളത് നോക്കി നിൽക്കും. കാരണം ക്രോമിൻ്റെ ഒരു ഇഷ്യൂ, സീക്രട്ട് ഏജൻറ് ക്രോം ഉണ്ടായ ടൈമിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ട്രോളനാണോ പിന്നിൽ. അപ്പം തന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ട്രോളൻ്റെ ഒരു പേഴ്സണൽ തിങ് ക്രോം റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഷെയർ ചെയ്തു എന്നല്ലാതെ ട്രോളന് പ്രത്യേകിച്ച് അതിൽ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ഞാൻ ക്രോമിനോടും പറഞ്ഞിട്ടുണ്ട്, ട്രോളൻ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. സംഗതി ആ ഒരു പെർട്ടിക്കുലർ തിങ്, ഒരു കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം എനിക്ക് ഷെയർ ചെയ്ത് അവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതല്ലാതെ വേറെ ഇൻവോൾവ്മെൻ്റ് ഒന്നും ക്രോം വിഷയത്തിൽ ട്രോളിന് എൻ്റെ കേസിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ പേജുകൾ, ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുറേ പേജുകൾ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് നിൻ്റെ ഫ്രണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ്, യെസ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരുടെ വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഓക്കെ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്ന ഒരു പേജാണ് മിസ്റ്റർ ട്രോളൻ. മിസ്റ്റർ ട്രോളൻ്റെ പേജിൽ അത്യാവശ്യം ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും വരും. ഇനിയിപ്പോൾ ന്യൂസ് ചാനലിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മിസ്റ്റർ ട്രോളിൻ്റെ ചാനലിൽ വരാറുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിലെ സ്റ്റോറീസ് കണ്ടവർക്കറിയാം. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ആ കുട്ടി സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്ത ആ ഒരു വിഷയത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഇടാൻ വഴുകി എന്ന് പറഞ്ഞൊരു ലേഡി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇടാൻ വഴുകുന്നു എന്ന് ചോദിച്ച ഒരു ലേഡി മിസ്റ്റർ ട്രോളന് അയച്ച മെസ്സേജിൽ നിന്നും മിസ്റ്റർ ട്രോളൻ റിപ്ലൈ കൊടുത്ത രീതിയിൽ നിന്നുമാണ് ഇപ്പോൾ വന്ന മിസ്റ്റർ ട്രോളിൻ്റെ പ്രൈവറ്റ് ചാറ്റ് അടക്കം പുറത്ത് വരാനുണ്ടായ ആ ഒരു എസ്കലേഷൻ സംഭവിച്ചത്. സോ ബിഗിനിങ് ഫ്രം ആ കുട്ടിയുടെ പോസ്റ്റ് എന്തുകൊണ്ട് ഇട്ടില്ല എന്നൊരു ലേഡി മിസ്റ്റർ ട്രോളിന് മെസ്സേജ് അയക്കുന്നു. മിസ്റ്റർ ട്രോളൻ, എനിക്ക് ടൈം കിട്ടുമ്പോഴല്ലേ ഇതിടാൻ പറ്റൂ, അതെന്താ നിങ്ങൾ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നത്, എനിക്ക് തോന്നുമ്പോൾ ഇടും എന്നുള്ളൊരു മൂഡിൽ മിസ്റ്റർ ട്രോളൻ റിപ്ലൈ കൊടുക്കുന്നു. അവിടെ നിന്നാണ് കാര്യങ്ങളുടെ തുടക്കം. അപ്പോൾ ആദ്യം ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് വെച്ച് തരാം. ഈ ലേഡി മിസ്റ്റർ ട്രോളിന് അയച്ച മെസ്സേജും മിസ്റ്റർ ട്രോളൻ കൊടുത്ത റിപ്ലൈ. എന്റെ പൊന്നു പെങ്ങളെ, ഞാനിപ്പോ എന്റെ സുഹൃത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയേക്കുക. അവിടെ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞാൻ സ്റ്റോറി ഇടും. ഇങ്ങനെ ഇങ്ങനെ വെറുന്നു ദോഷം കൊള്ളാൻ വേണ്ടി ഞാനൊന്നുമല്ലല്ലോ ആ കുട്ടിയെ. എടാ ഇത് പറയുന്നത് കേട്ടോ, ഒരു കുട്ടിയെ വൈബർ സെല്ല് ചെയ്ത ആൾക്കാർ ഒന്ന് ന്യൂസ് ഷെയർ ചെയ്യണം, അവനെ പേടിപ്പിക്കുന്നു. ഇതെന്ത് തേങ്ങയത്? അത് കൊള്ളാലോ. എന്റെ അക്കൗണ്ടിൽ എപ്പോ സ്റ്റോറി ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ കുട്ടി മരിച്ചിട്ട് 3-4 ദിവസമായി. ഇയാൾ അറിഞ്ഞ എങ്ങനെയാണ്? ഓരോരുത്തരും ഷെയർ ചെയ്ത് അറിഞ്ഞല്ലേ ന്യൂസില്. ഇത് ഞാൻ ആ കുട്ടിയെ കൊന്ന രീതിയിലൊക്കെ പറയുന്നത്. എന്റെ അറിഞ്ഞല്ലോ. പിന്നെ ഞാൻ തന്നെ ഷെയർ ചെയ്താലേ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഈ പെൺകുട്ടി എന്ത് ഇത്ര എന്താ ഇനിയിപ്പം ഇങ്ങനെ പറയാൻ വേണ്ടിയാ പെൺകുട്ടി മരിച്ചുകൊണ്ട് ട്രോളൻ ഷെയർ ചെയ്തില്ല അങ്ങനെ പറയാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ വീഡിയോ ഉണ്ട്. ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇടാൻ വേണ്ടി വെച്ചേക്കുവാ. നിങ്ങൾ കയറുന്ന ഈ ആർത്തി കാണിക്കാതെ കേട്ടോ. ന്യൂസിലൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ ഞാൻ ഷെയർ ചെയ്ത് ആരറിയാ? എനിക്കിതാ കലി വരുന്നത്. ഓക്കെ, ഇതാണ് മിസ്റ്റർ ട്രോളൻ ആ പെൺകുട്ടിക്ക് കൊടുത്ത റിപ്ലൈ. ഓക്കെ, ഇതിൽ കുറേ ഡെപ്തായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ട്രോളൻ്റെ കേസിൽ ട്രോളിൻ്റെ സ്റ്റോറീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും
പയ്യന്മാർ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ഫേസ് കാണിച്ചതോ അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ട്രോളം പറയാറുണ്ട്. അതായത് പെൺകുട്ടികൾക്കൊരു നിയമം, ആൺകുട്ടികൾക്കൊരു നിയമം എന്നുള്ള രീതിയിൽ. അപ്പം ആ തോട്ടിലേക്ക് ഈ കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്തത് ഇവിടെ മിസ്റ്റർ ട്രോളിനാണ്. ഡെഫിനറ്റ്ലി ആ വോയിസ് കേട്ടാൽ അറിയാം. ആ ലേഡിയുടെ മെസ്സേജ് അവിടെ തീർന്നു. എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിച്ചതിൽ തീർന്നു. പിന്നെ വന്നത് ഈ പറഞ്ഞ ട്രോളിൻ്റെ വോയിസും കാര്യങ്ങളും ട്രോളൻ സംസാരിച്ച രീതിക്കും. അപ്പോൾ ട്രോളൻ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതേ സംഗതി, ഓക്കെ, ഈ ട്രോളൻ അയച്ച ഈ സംഗതികളും ഈ ട്രോളൻ ഇടാത്ത കാര്യങ്ങളൊക്കെ വേറൊരു, ഇഫ് ഐ എം നോട്ട് റോങ്, വേറൊരു പേജിൽ വന്ന സമയത്താണ് അവിടെ ഒരു കമൻറ്റ് വരിക. ആ കമൻറ്റ് ട്രോളന് മെസ്സേജ് അയച്ച ഈ ലേഡിയുടെ ഫ്രണ്ടിൻ്റെ കമൻറ്റാണ്. അപ്പോൾ ആ കമൻറ്റ് ഞാനിവിടെ വെക്കാം. ആ കമൻറ്റിനകത്ത് അവർ പറയുന്നത് ട്രോളൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്. അതായത് ട്രോളനോട് പേഴ്സണൽ ഇൻബോക്സിൽ പോയിട്ട് ഈ കുട്ടി മരിച്ച കാര്യം പറയാൻ ഒരു ലേഡി പറഞ്ഞു. ആ ലേഡി എൻ്റെ ഫ്രണ്ടാണ്. അവൾ പറഞ്ഞ സമയത്ത് വളരെ മോശമായ രീതിയിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് തിരിച്ചൊരു തീരെ മാനേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള റിപ്ലൈ ആണ് വോയിസ് ആയിട്ട് ഇട്ടത്. സോ അതെനിക്ക് വളരെ മോശം എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞിട്ട് അവരിട്ടു. അത് ട്രോളൻ കാണുന്നു. വീണ്ടും ട്രോളൻ എന്ത് ചെയ്യുന്നു, ഈ കമൻ്റ് എടുത്തിട്ട് ട്രോളൻ സ്റ്റോറി ഇടുന്നു. ID ഹൈഡ് ചെയ്തിട്ടില്ല. ആ കമൻ്റ് ഇട്ട ID ഹൈഡ് ചെയ്യാതെയാണ്, ആ ഇൻസ്റ്റാഗ്രാം ID ഹൈഡ് ചെയ്യാതെ എടുത്ത് സ്റ്റോറി ഇട്ടു. ID ഹൈഡ് ആക്കുന്നില്ല, കാരണം പബ്ലിക് പോസ്റ്റിൽ എനിക്കെതിരെ ഇട്ട കമൻ്റാണ്. എനിക്കെതിരെ കമൻ്റ് ഇട്ടത് കണ്ട് ആ പെൺകൊച്ചിൻ്റെ ID എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ചാറ്റ് കണ്ടേ. ഓക്കെ, അപ്പോൾ ഈ ചാറ്റ് അവരിട്ടതെന്ന് കണ്ടു. കമൻറ്റ് ട്രോളം വായിച്ചു. ഹൈഡ് ചെയ്യാതെ എടുത്ത് സ്റ്റോറിയിലിടുന്നു. ഈ ഹൈഡ് ചെയ്യാതെ ഇട്ടത് കാരണം ആരാണോ ഈ കമൻ്റ് ഇട്ട പെൺകുട്ടി, ആ പെൺകുട്ടിക്കെതിരെ എന്തായി, കുറേ പേര് DM പോകുന്നു. നീ ആരടാ ട്രോളനെ പറയാനെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിക്കെതിരെ കുറേ ആൾക്കാർ പോകുന്നു. വീണ്ടും ട്രോളൻ്റെ ഒരു സ്റ്റോറി വരുന്നു. ഒരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഉടനെ ജഡ്ജ് ആക്കുന്ന ഒരു പരിപാടി നിർത്താവോ? ഒരു പെൺകൊച്ച് വന്ന് കമൻറ്റ് പാരഗ്രാഫ് ഇട്ടപ്പോൾ എനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ തയ്യാറാവണം. ID ഞാൻ ഹൈഡ് ചെയ്യൂല. ആ പാരഗ്രാഫ് കണ്ട് കുറേ ഓൺലൈൻ ഏട്ടന്മാർ വന്ന് DM തെറി പറഞ്ഞായിരുന്നു. ഇനി അവർ അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആക്കിയിട്ടാവും അവരെന്നെ ഇങ്ങോട്ട് ചൊറിയാതെ ഞാൻ അങ്ങോട്ട് പോയി എന്നും പറയില്ല. ഓക്കെ, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്കായി. ഈ ID ഹൈഡ് ചെയ്യാതെ ഇട്ട ട്രോളൻ്റെ സ്റ്റോറി കണ്ടുകൊണ്ട് അവിടെ ചെന്നിട്ട് ട്രോളൻ ഫാൻസും ബാക്കിയുള്ളവരും ആ പെൺകുട്ടിയെ ചൊറിയുന്നു. ആ പെൺകുട്ടിയുടെ കമൻറ്റ് കണ്ടിട്ട് കുറേ പേര് ഇപ്പുറത്ത് വന്നിട്ട് ട്രോളനെ ചൊറിയുന്നു. ഇത് അങ്ങനെ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ട്രോളനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു 2 പേര് തമ്മിലുള്ളൊരു വിഷയം വരുന്ന സമയത്താണല്ലോ, ഓക്കെ, ഇവൻ്റെ കയ്യിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ സമയത്താണല്ലോ ഈ കറങ്ങി തിരിഞ്ഞോരോ സാധനങ്ങൾ വരാറ്, കുത്തിപ്പൊങ്ങലുകൾ വരാറ് ആ ടൈമിലാണ്. ഇപ്പം എന്താണെങ്കിലും അങ്ങനെ ഒരു ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വരാൻ ഉണ്ടായ കാരണം, ഞാനിവിടെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഈ ട്രോളൻ റിലേറ്റഡ് ആയിട്ട് ഈ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർക്ക് ചെന്ന ഒരു മെസ്സേജ് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ ട്രോളൻ വേറൊരു കുട്ടിയോട് സംസാരിച്ച അല്ലെങ്കിൽ പേഴ്സണലി ചാറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ അവരിവിടെ പറയുകയാണ്. അതായത് ഇങ്ങനെ കസിൻസൊക്കെ ഇടപെട്ടു, പേഴ്സണലി വന്ന് കുറേ ഹോളിലിരിക്കുമ്പോൾ മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ നേരെ കസിനെടുത്ത് ഫോണ് കൊടുത്തു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്ക്. ഇതിൽ നിന്ന് തുടങ്ങുകയാണ് കാര്യങ്ങൾ. ഇതിൽ നിന്ന് കാര്യങ്ങൾ തുടങ്ങിയിട്ട് പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മിസ്റ്റർ ട്രോളനും ഒരു കുട്ടിയായിട്ടുള്ള ചാറ്റ്, പേഴ്സണൽ ചാറ്റ്. ഈ പേഴ്സണൽ ചാറ്റിൽ ഈ പെൺകുട്ടി സംസാരിച്ച് തുടങ്ങി ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ട്രോളൻ്റെ സംസാരം മാറുന്നു എന്ന് പറഞ്ഞ് നേരെ ബ്രദറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. പിന്നെ ട്രോളിനോട് സംസാരിക്കുന്നത് ഈ ബ്രദറാണ്. അപ്പോൾ ഈ ചാറ്റിൻ്റെ ഡീറ്റെയിലിൽ നിങ്ങൾക്ക് ഞാൻ കുറേയൊന്നും ഞാൻ വെക്കുന്നില്ല. എന്താണോ നിങ്ങൾ കണ്ടത് ആ ഒരു പേജുകളിലൂടെ കണ്ടതന്നെ ഞാൻ വെക്കുന്നുള്ളൂ. ട്രോളൻ ചാറ്റ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ ഞാനൊരു ഇങ്ങനത്തെ ഒരാളാണ്, പേഴ്സണൽ ലൈഫിൽ അത്യാവശ്യം കോഴിത്തരവും മറ്റേ എന്താ പറയുക അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. വാനിഷ് മോഡിൽ നമുക്ക് സംസാരിക്കാം, വാനിഷ് മോഡിൽ ട്രൂത്ത് ആൻഡ് ഡയർ കളിക്കാം. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കോഴിത്തരം കാണിക്കാം. പക്ഷെ കോഴിത്തരം ഒരു ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ,
കോഴിത്തരത്തിൻ്റെ വേറൊരു എക്സ്ട്രീമിലേക്ക്. ഇപ്പോൾ ഈ ഒരു ചാറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രോളൻ വേറെ പെൺകുട്ടികളായിട്ട് നിൽക്കുന്ന ഫോട്ടോസ്, വേറെ ID എന്നുള്ള പെൺകുട്ടികളുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് കുറച്ച് വൾഗർ ടോക്സ് കുറച്ചല്ല അത്യാവശ്യം വൾഗർ ടോക്ക് കാര്യങ്ങൾ. പിന്നെയും ഇനിയിപ്പോൾ റിവീൽ ആവോ ഇല്ലേന്നറിയില്ല, കുറച്ചധികം വേറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംസാരം നടന്നിട്ടുണ്ട്. ആൻഡ് ഈ കുട്ടിയുടെ വയസ്സിനെ കുറിച്ചും ഒരു കൺഫ്യൂഷൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ചു തുടങ്ങി, അത് കുറച്ചധികം വേറെ ലെവലിലേക്ക് പോകുന്നു. അത് വാനിഷ് മോഡാണെങ്കിലും ഇങ്ങനെ ടെലിഗ്രാമിൽ മറ്റേ സീക്രട്ട് ചാറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്ത് ഒരു സെർട്ടൈൻ എന്താ പറയുക ഫെയിമിൽ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ വേണം എന്തേലും. ഇപ്പോൾ വേറൊരാൾ വന്ന് നമ്മുടെ അടുത്ത് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഈ രീതിയിലെ സംസാരങ്ങൾ തുടങ്ങിയാലും നമ്മളൊന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാണ്. കോഴിച്ചാറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു തരലുകൾ എനിക്ക് വരാറുണ്ട്, കുറേ എറിഞ്ഞു തരലുകൾ. കാരണം നമ്മളെ ഏത് വഴിക്ക് ലോക്കാക്കണം എന്നുള്ളത് നോക്കി നടക്കുമ്പോൾ കുറേ എന്താ പറയുക അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, അല്ല ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഒരു പേരൊക്കെ വെച്ച് ഈവൻ സൗണ്ട് അടക്കം മോർഫ് ചെയ്തിട്ടൊക്കെ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മളെ വിളിക്കും, സംസാരിക്കും, മറ്റേ തുണ്ട് വർത്താനം പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ബ്രേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ആളെ പിടിക്കാം. അങ്ങനത്തെ സമയം ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ, അതായത് എന്നെ കിട്ടിയില്ലെങ്കിൽ വേണ്ട അടുത്ത ആളെ നമുക്ക് കൂട്ടിയിട്ട് നേരെ സീക്രട്ട് ഏജൻറ്റിലേക്ക് എത്താന്നുള്ള രീതിയിലുള്ള പരിപാടികൾ ഫേക്കായിട്ട് ചെയ്യുന്നവരുണ്ട്, ഒറിജിനലായിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ നോക്കണം. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേക്ക് ഒറിജിനൽ ആ സീനല്ല. ഇത് സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോളൻ അങ്ങോട്ട് ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈനാണ് പിടിക്കുന്നത്. ഓക്കെ, അത് ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ, എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ ഞാൻ അത്യാവശ്യം ഇങ്ങനെ വൾഗർ ടോക്ക് നടത്തുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ചാറ്റുകൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കും, നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് ഞാനും റിപ്ലൈ തരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ തോന്നാം. ചിലപ്പോൾ ചാറ്റ് തുടങ്ങുമ്പോൾ ഒരു മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ മുകളിൽ തുടങ്ങിയതല്ലേ, അല്ലെങ്കിൽ തുടങ്ങിയതാണ് എന്ന് വേണമെങ്കിൽ ട്രോളിന് പറയാം. ബട്ട് സ്റ്റിൽ സോഷ്യൽ മീഡിയ ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു സെർട്ടൻ ഫെയിമിൽ നിൽക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ബെറ്റർ. ഇല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ ചെയ്ത ചാറ്റുകളൊക്കെ തിരിച്ച് പാമ്പ് പോലെ തലയിൽ പണി വന്നിരിക്കും. പാമ്പ് പോലെ പണി വരും, ഉറപ്പാണ് കേസ്. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചാറ്റിനകത്ത് ഏറ്റവും സീനായി കിടക്കുന്നത് ട്രോളൻ തന്നെ അയച്ചു കൊടുത്ത കുറേ ഫോട്ടോസും പ്രൊഫൈൽ ലിങ്കും ആ ചാറ്റിൻ്റെ രീതിയാണ്. അതിൽ വേറെ പെൺകുട്ടികളുടെ മുഖമുണ്ട്, വേറെ പെൺകുട്ടികളുടെ പ്രൊഫൈലുണ്ട്. ഇതൊക്കെ സീന് പരിപാടിയാണ്. ദയവ് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ട്രോൾ എൻ്റെ ഫ്രണ്ടാണ്, സ്റ്റിൽ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളിൽ പോയി പെടാതിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടിയുടെ ബ്രദർ, ഈ മെസ്സേജ് അയച്ച പെൺകുട്ടിയുടെ ബ്രദറാണ് ട്രോളനായിട്ട് സംസാരിച്ച് ഇതിന് ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ ആ പയ്യന് കൃത്യമായിട്ട് ട്രോളൻ എന്ന് പറഞ്ഞ വ്യക്തിയെ എക്സ്പോസ് ചെയ്യണം എന്നുള്ളത് മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ പെങ്ങളായിട്ട് ഇവൻ സംസാരിച്ച് തുടങ്ങി, എന്നാൽ ഇവൻ എക്സ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവൻ അതിലും കില്ലാടി. അവൻ ആ സാധനം അത് വെച്ച് അയച്ചു വിട്ടു. ട്രോളൻ കറക്റ്റ് അതിൽ പോയിട്ട് വന്ന് വീണ് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? ഇനിയിപ്പോൾ ട്രോളന് കുറേ സൈബർ അറ്റാക്ക് അങ്ങോട്ട് കിട്ടും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൈൻഡ് ഓഫ് മെയ്സാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് മെയ്സ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയി കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ സീൻ പിടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ഞാൻ പറഞ്ഞല്ലോ, ഒറിജിനൽ പോട്ടെ, ഇവിടെ ഫേക്ക് വരെ വന്നിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കെതിരെ ഇട്ട് തരാം. ഈ ഹണി ട്രാപ്പ് സെറ്റപ്പിന് വേറൊരു രീതി, ഓക്കെ, വേറൊരു കൈൻഡ് ഓഫ് സാധനമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. നമ്മൾ ഫേസ്ബുക്കിൽ മറ്റേ തന്തവൈബ് ആൾക്കാരെ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ച് കാണിക്കുന്ന ഈ സെറ്റപ്പ്, അത് വേറെ സെറ്റപ്പ്. ഇത് വേറെ സെറ്റപ്പുകൾ പലതും ഉണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സാധനം ആ സെറ്റപ്പ് അല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളൻ്റെ കേസിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ട്രോളൻ ആ ഒരു അങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് സംസാരിച്ച് തുടങ്ങിയതിൽ ട്രോളൻ്റെ കയ്യിൽ നിന്ന് പോയി ലിറ്ററലി ഇത് കയ്യിൽ നിന്ന് പോയ കേസാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിടത്തോളം ഇതിൻ്റെ ഫുൾ സാധനം ഇവർ പുറത്തെ വരുമോ വരില്ലെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറയാനുള്ളത്, ഓക്കെ, സംഭവിച്ചു. ട്രോളിനോടാണെങ്കിലും ബാക്കിയുള്ളവരോടാണെങ്കിലും പറയാനുള്ളത്, ഓക്കെ, സംഭവിച്ചു. എന്താണെങ്കിലും പറ്റിപ്പോയി. ഞാൻ ട്രോളിനായിട്ട് പേഴ്സണലി സംസാരിച്ചപ്പോൾ ട്രോളിന് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായി.
അവന് നല്ല രീതിയിലുള്ള റിഗ്രറ്റ് ഉണ്ട്. അവൻ എന്താണെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിലൊരു എസ്കലേഷൻ അവൻ പോകുന്നില്ല. അവൻ പറ്റിയത് പറ്റി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ള മൂഡിലാണ് അവൻ. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് അവൻ നിൽക്കുന്നത്. ഇത് സംഭവിച്ച ശേഷം ഞാൻ ആരായിട്ടാണോ കോണ്ടാക്ട് ചെയ്ത് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ എടുത്തത്, അവർക്കാണെങ്കിലും ട്രോളൻ ഓക്കെ, ഇതിങ്ങനെ ചെയ്തത് ട്രോളനാണ്, എന്തിനിത് ചെയ്തു, ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ, അവരുടെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഓക്കെ, അതൊരു ജെന്യുവിൻ സാധനമാണ്. കാരണം ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, ഫെയിമിൽ നിൽക്കുന്ന ഒരാൾ ഇത് ചെയ്യാൻ പാടുമില്ലേ? ഡെഫിനറ്റ്ലി ദർ ഇസ് എ ക്വസ്റ്റ്യൻ. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ സംഗതികളിലേക്ക് പോയി പെടാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ട്രോളനെ മാത്രം ഇഷ്ടം പോലെ പേര് ഈ പരിപാടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് വരെ പലരുടെയും വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ചാറ്റ് ചെയ്യുന്നതും വോയിസ് അയക്കുന്നതുമായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേഴ്സണൽ കേസിലടക്കം പല ഫേക്ക് സാധനങ്ങളും ഫേക്ക് ഐഡികളിൽ നിന്ന് വന്നിട്ട് ഇതേപോലെ നമുക്ക് ഇട്ട് തരുമ്പോൾ പിടിക്കാൻ വേണ്ടി ഞാനും അങ്ങോട്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ സംഗതികളുണ്ട്. പക്ഷെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഒരു ലിമിറ്റിനപ്പുറം നമ്മൾ എന്തെടുക്കരുത്, കമ്പി അടിക്കരുത്. അത് പണിയാണ്. പണി നമുക്ക് കിട്ടിത്തുടങ്ങിയാൽ ടപ്പേന്ന് പറഞ്ഞു വരും. ഞാൻ പറഞ്ഞ എല്ലാവരും പുണ്യാളന്മാരൊന്നും അല്ല ഇതിനകത്ത്, ഇൻക്ലൂഡിങ് മീ, അല്ലെങ്കിൽ ബാക്കി ഇത് കാണുന്നവരൊക്കെ എല്ലാവരും പുണ്യാളന്മാരൊന്നുമല്ല. സോഷ്യൽ മീഡിയക്കകത്ത് എല്ലാവരും ഒരു വിധം കളി കളിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് ഇങ്ങനത്തെ ചാറ്റ് നടത്തുമ്പോൾ അതിൽ വേറെ പെൺകുട്ടികളുടെ ഫോട്ടോ സാധനങ്ങളൊക്കെ അയക്കുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പരിപാടികൾ ട്രോളിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. നടന്ന കാര്യങ്ങളിൽ ട്രോളിന് എന്താണോ റിഗ്രറ്റ് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണോ പറയാനുള്ളത്, അത് ട്രോളിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യുക, ആ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സിറ്റുവേഷൻ വരണം. ആ സിറ്റുവേഷനിലാണ് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് കുത്ത് തരും, വളഞ്ഞിട്ട് കുത്തും. ആ കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല, എന്നാലും കുത്ത് വരും. ആ കുത്ത് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം. ഇപ്പം ലൈക്ക് അതങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഹാപ്പൻസ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ പോയി ഇനി കാണുന്ന എൻ്റെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഫ്രണ്ട്സിനോടാണ്, ഒരു ലിമിറ്റ് നോക്കുക, ഒരു ലിമിറ്റ് വെക്കുക. കുറേ കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളിൽ വെക്കുക. കുറേയൊക്കെ സീനായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തന്നെ അത് പണികളായിട്ട് തിരിച്ചു വരും. സോ ബി ഇൻ യുവർ ലിമിറ്റ്സ്, ബി ഇൻ യുവർ കൺട്രോൾ. ആ ഒരു സ്റ്റേജിൽ നിൽക്കുക. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ മിസ്റ്റർ ട്രോളൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് നേരെ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ മിസ്റ്റർ ട്രോളൻ്റെ സ്റ്റോറി ലൈനിൽ മിസ്റ്റർ ട്രോളൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതായിട്ടുള്ളൊരു വീഡിയോയും കണ്ടു. അത് ഞാനും അറ്റാച്ച് ചെയ്യാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ല. എന്നെപ്പറ്റി പറയുന്നത് ഞാൻ ശ്രീപീഡകൻ, ഞാൻ മോശക്കാരൻ, പകൽമാന്യൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളും എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേൾക്കുക, ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത്. അതിപ്പോൾ ആ കുട്ടിയുടെ ചേട്ടനാണ് മെസ്സേജ് അയച്ചത്, അത് ആ കുട്ടി മെസ്സേജ് അയച്ചത് നമുക്കറിയില്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാൻ ഇന്നേ വരെ ഫ്ലേർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മാന്യനാണെന്ന് ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാറുണ്ടെന്ന്. അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവിടെ ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കും കുഴപ്പമില്ല. ഞാൻ സിംഗിളാണ്, ഞാൻ ആർക്കും വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തിയൊന്നുമില്ല ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാതെ ഇരിക്കാന്നുള്ളൂ. ഞാനും മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അയച്ച മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് അയച്ച രീതിയിലൊക്കെ ആക്കിയിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പം അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. 1-2 ഒരുപാട് പേജസ് ഒരേ ടൈമിൽ എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫെമിനിസത്തിനെ പറ്റി എതിരെ പറഞ്ഞപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എൻ്റെ തലയിലോട്ട് അടിച്ച് വീഴുന്നത്. ഒരുമിച്ച്. കാരണം നിങ്ങളെ ടൈം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ന് മെസ്സേജ് അയച്ചാൽ നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടൈമിൽ മെസ്സേജ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കാഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പം എല്ലാം കൂടെ ഒരുമിച്ച് തലയിലോട്ട് ഇടുവാണ്. അപ്പം കൂടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ തെറ്റിയിട്ടുണ്ട്. എന്താണ്, ഞാൻ വിശ്വസിച്ചു പോയി. എന്നോട് ചാറ്റ് ചെയ്ത വ്യക്തിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ചേട്ടന്മാരും ചാറ്റ് ചെയ്യാറില്ല. ഇപ്പം പോസ്കോയിലൊക്കെ കേസ് വന്ന് പുള്ളി വരെ വലിയ നന്നമരം കളിച്ചത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൂടെ ചെയ്തെന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ബമ്പിളിൽ കൂടെ അല്ലെങ്കിൽ ടിൻഡറിൽ കൂടെ ചെയ്യുന്നു.
ഇനി എന്നെ കുറ്റപ്പെടുത്തോ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാൻ ന്യൂസും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ ചെയ്യും. കണ്ടില്ലേ, ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ എന്നെപ്പറ്റി എതിരെ പറയുന്ന ടീംസ് ആണെങ്കിൽ പോലും ഇതുപോലെ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ഈ സ്റ്റോറി ഷെയർ ചെയ്ത് കണ്ടാൽ തോന്നും വാനിഷ് മോഡെന്ന് പറയുന്ന ഓപ്ഷൻ എനിക്ക് വേണ്ടി സക്കറെണ്ണം കണ്ടുപിടിച്ച പോലെ തോന്നുന്നുണ്ട്. ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ചാറ്റ് പ്രൈവസി ആയിരിക്കണം എന്നൊരു ഇതിലാണ് ഞാൻ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ സമ്മതത്തോടെയാണ് ഞാൻ വാനിഷ് മോഡ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ കയറുന്ന ഞാൻ വാനിഷ് മോഡ് ഇട്ടൊന്നുമല്ല. ഇപ്പം രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ സംസാരിച്ചത്, അത് ഞാൻ ഈ ഓരോ കാര്യത്തിൽ പ്രതികരിക്കുമ്പം എന്നെ മൊത്തത്തിൽ മോശക്കാരനാക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനിയിപ്പം പരിപാടി നിർത്താൻ പോകുന്നില്ല. സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കൂടെ നിന്ന് ഇങ്ങനെ പുറയുന്ന കുത്തുന്നവന്മാർ, ഇതുപോലെ ഒരു അവസരം കിട്ടുമ്പോൾ താഴെ ഇടാൻ നോക്കുന്നവന്മാരെ കൂടെ കൂട്ടുകൂടി വീണ്ടും ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ നല്ല കാര്യമൊന്നുമല്ല, അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വല്ല സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ RIP എന്ന് കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് ആ അവസ്ഥയെ നിൽക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക. അപ്പോൾ ശരി. പിന്നെ വാനിഷ് മോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രോളനെതിരെ വരുന്ന സൈബർ അറ്റാക്കുകൾക്കെതിരെ ട്രോളൻ പറയുന്ന വേറൊരു സാധനമുണ്ട്. അതായത് അജ്മൽ അമീർ ഒരു സെലിബ്രിറ്റിയാണ്, ഫിലിം ഫെയിമാണ്. ഇങ്ങനെ കുറേ സെലിബ്രിറ്റീസ്, കുറേ പേര് വാനിഷ് മോഡ് നല്ല രീതിയിൽ യൂസ് ആക്കുന്നുണ്ട്. ട്രോളൻ മാത്രമൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ചാറ്റും കൂടി ട്രോളൻ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തോ ഒരു ഡ്രൈവിന് പോകണോ, നമ്പർ ചോദിക്കുക, എന്തോ ഒരു പരിപാടികളാണതൊക്കെ, അതും പുറത്ത് വിട്ടിട്ടുണ്ട്. സോ ഹോൾ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് കുറച്ചും കൂടി മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്താൽ ഇറ്റ്സ് ഫൈൻ. ട്രോളൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, മിസ്റ്റേക്കാണ് സംഭവിച്ചത് അവൻ്റെ ഭാഗത്ത് നിന്ന്, ഇനി ഇങ്ങനെ തെറ്റ് പറ്റാതെ അവൻ നോക്കിക്കോളാം. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ അത്യാവശ്യം കോഴിത്തരവും കാര്യങ്ങളും കാണിക്കുന്നതാണെന്ന് പ്രീവിയസ്ലി ഒരു സ്റ്റോറി ഇട്ട് പറഞ്ഞതാണ്. ഇങ്ങനത്തെ ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കില്ല. സ്വയം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇനി ഇങ്ങനത്തെ പരിപാടികൾ ഞാൻ കാണിക്കില്ല, ചെയ്യില്ല എന്നുള്ളത്. സോ എഗെയിൻ ഇപ്പോൾ ട്രോളനുമായിട്ട് എനിക്കറിയാം, ട്രോളനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രോളൻ പറയുന്നുണ്ട് ഞാനും വേറൊരു മൂഡിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും ഇനിയിപ്പോൾ ഒന്ന് ഇന്നെ കുത്തി വീഴ്ത്താനാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഞാൻ വീഴാൻ റെഡിയാണ്. ബട്ട് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അത്ര ശരിയില്ല, ഞാനും വേറൊരു മൂഡിലേക്കാണ് പോകുന്നതെന്നാണ് ട്രോളൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കംപ്ലീറ്റ്ലി തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ഇപ്പോൾ ട്രോളൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയി, ചെയ്തു പോയി. സോ ഫോർ എ ബെറ്റർമെൻറ്റ് അയാൾ ആ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് പറയുന്നത് കൊണ്ടും ജസ്റ്റ് ലീവ് ഹിം അലോൺ. പിന്നെ ആ ഒരു കുട്ടിയുടെ ബ്രദറിനെ കുറേ പേര് ഇപ്പോൾ ഇരുന്ന് ബ്രദറിനെ പറയുന്നത് കണ്ടു, ഈ ചാറ്റ് ചെയ്ത പെൺകുട്ടിയുടെ ബ്രദറിനെ. ആക്ച്വലി ആ ബ്രദറിനെ പറയാൻ മാത്രമൊന്നുമില്ല, അവൻ ചെയ്യേണ്ട കാര്യം, ഒരു സിസ്റ്റർക്ക് ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ ആ സിസ്റ്റർ കൃത്യമായി അവൻ്റെ ഒരു ഫോൺ കൊടുത്തു, അവൻ കൃത്യമായിട്ട് ആ സാധനം എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് അവൻ ചെയ്യേണ്ട, അവൻ അത്രയും ചെയ്യേണ്ട ഒരു ആസ് എ ബ്രദർ. അതാണ് ആ പയ്യൻ ചെയ്തത്. സോ ആ പയ്യനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആ പയ്യനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. സോ ആ പയ്യനത് കൃത്യമായിട്ട് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സോഷ്യൽ മീഡിയ ഇതാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കെയർഫുൾ ആവുക. കുറച്ചും കൂടി നമ്മളൊരു ഫെയിമിലേക്ക് പോയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ബി ഇൻ യുവർ ലിമിറ്റ്സ്, ബി ഇൻ യുവർ ബൗണ്ടറീസ്. പിന്നെ മനുഷ്യന്മാരാകുമ്പോൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ വരും. പക്ഷെ അത് കൺട്രോൾ ചെയ്യുക. നമുക്കുള്ള പണിയാണോ ഇത് എന്നുള്ളത് ആലോചിക്കുക. പിന്നെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ കുറേയൊക്കെ തലയിൽ കൊട്ടുകൾ വരും, ശവപ്പെട്ടിയിൽ ആണി ഇടിക്കാൻ വരും, എല്ലാം വരും. ചെയ്ത തെറ്റാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് മിണ്ടായിരിക്കുക, ചെയ്യാത്ത തെറ്റിൻ്റെ എതിരെയാണെങ്കിൽ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്.